ആ ഇവിടെ മാർക്കറ്റ് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരണം. അപ്പോൾ ഒരു ഇട സൈഡിൽ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു 3 വീട് കഴിയുമ്പോൾ ഇടത്തോട്ടൊരു ഇടവഴി. ഗേറ്റ് നീല കളർ. താഴെ ഇറങ്ങി വന്നാൽ മതി. ശരി ഓക്കെ. നീ ഇതൊരു ഒരുങ്ങിയില്ലേ? എന്തിന്? ഞാൻ പറഞ്ഞില്ലേ ഡോക്യുമെന്റ് എടുക്കുന്ന കാര്യം. അയ്യോ ഞാൻ ഒരു ഹായ് സാരി കൊടുത്തിട്ട് എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇച്ചിരി നേരത്തെ കൊടുത്തേ ഉള്ളൂ. ആണോ? ഷൂട്ടിങ്ങിനല്ലേ ഒരുങ്ങിയത്? ഞാൻ പറഞ്ഞായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടെന്ന്. ശരിക്കും സത്യമായിട്ട് എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനത് ഓർത്തില്ല. എന്നോട് ആരോടെ ഇവിടെ വന്ന് പോയിക്കേ പോ. ഞാനാ പറഞ്ഞ കാര്യം ചെയ്യ്. സാരി കൊള്ളാം. ഇതാണ് ഇടുന്ന ഷൂട്ടിങ്ങിന് വരുമ്പോ. ഞാൻ മാറ്റിയൊന്നുമില്ല, അവര് വേറെ പറയണെങ്കിൽ മാറ്റാം. അയ്യോ മാറ്റ്, സാരിയാ നല്ലത്. ആണോ? പിന്നെ സാരി കൊടുക്കണം. എന്തിനാ അത്? സിനിമ അവര് പിടിക്കല്ലേ, നമ്മളെ ഷൂട്ട് ചെയ്യല്ലേ. എനിക്ക് ഈ രാഷ്ട്രീയക്കാരന്മാരെ പരിപാടി എന്ന് പറയണതേ ഇഷ്ടമില്ല. ഇതാണ് ഇവിടെ കുഴപ്പം. ഇവക്കൊന്നും അറിയില്ല. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണ്. നീ കണ്ടില്ലേ നമ്മൾ ടി വിയിൽ ഓരോ പ്രോഗ്രാമുകൾ കണ്ടില്ലേ? ഓണത്തിനാകുമ്പോൾ പിണറായി വിജയനെ നമ്മളെ രമേശ് ചെന്നിത്തലയൊക്കെ അങ്ങനെ എഴുതുന്നുണ്ട്. അതുപോലെ ഉമ്മൻചാണ്ടി മാണി സാറ് ഒരു ട്രെൻഡാണ്. പിന്നെ നമ്മളെ ആനീസ് കിച്ചണില്ലേ, അമൃത ചാനലിലെ എന്തുമാത്രം രാഷ്ട്രീയക്കാരാണ് പങ്കെടുക്കണം അറിയാമോ? പിന്നെ ഇപ്പൊ ട്രെൻഡാണ്. നീ ഇറങ്ങ്. ഇതൊക്കെ ആരാ ആൾക്കാര്? അമ്പിളിച്ചടം തന്നെ ഇതിൽ നിൽക്കണത് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതൊന്നും അവക്കറിഞ്ഞൂടാ. അവള് ദുബായിലായോണ്ട് ഒരു പിടിയും. നമ്മളെ ടിവിയിൽ കാണിക്കണത് എങ്ങനെയാണ്? സിനിമാക്കാരൊക്കെ ആണെങ്കിൽ റെഡി ആവായിരുന്നു. അതാ പറഞ്ഞേ, നമ്മളെ എങ്ങനെയാണെങ്കിലും ടിവിയിൽ കാണിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യും, മോളെ വിളിച്ചോണ്ട് ഇറങ്ങി വാ, നമുക്ക് എല്ലാവരും കൂടെ പരിപാടി അങ്ങ് നടത്താം. എനിക്ക് പക്ഷേ മീറ്റിംഗ് ഉണ്ട്, ഒരുപാട് വൈകിയാ. കുഴപ്പമില്ല, കുറച്ച് സമയമൊക്കെ ഇവിടെ നിൽക്കാം. വരാറായി. വന്നല്ലോ. ഞാനൊന്ന് മുടി കെട്ടിട്ട് വരാം. പോയിട്ടോ. ഞങ്ങളുണ്ടേ. അപ്പൊ ക്യാമറ ഒക്കെ ഇറങ്ങിയോ? നമസ്കാരം. ഓക്കെ, ഞാനാ വിളിച്ചിരുന്നല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം പുള്ളിയുടെ ഈ മൊണ്ടാഷിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ലോമോഷൻ സാധനം, ഫസ്റ്റ് സാധനം എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതേ അവരുടെ ഫാമിലിയുടെ കുറച്ച് സംഭവങ്ങൾ എടുക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യാമല്ലോ സാധനം. ഓക്കെ നമുക്ക് എവിടെ വേണം, ഇവിടെ ഒരു ചെയറും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ. നമുക്ക് ഈ എന്താ ഇവിടെ ഷൂട്ടിംഗ്. ആര് ഷൂട്ടിംഗ്? എന്ത് ഷൂട്ടിങ്? അയ്യോ, നമ്മുടെ ഗ്രാമത്തിന്റെ വികസനത്തെ കുറിച്ച്, നമ്മൾ ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും വാർഡ് മെമ്പറെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഇല്ലേ? എന്നാര് പറഞ്ഞു? ഇതെന്താ നീ ചതിയാണ്. എന്ത് ചതി? നീ തോന്നിയ ദിവസം കാണിക്കരുത്. നീ അവിടെ വെച്ച് എന്നെ കൊണ്ട് എന്തൊക്കെയാണ് പറയിപ്പിച്ചത്? എന്നെ കൊണ്ട് നീ എന്തൊക്കെ പറയിപ്പിച്ചേ? നീ ഇത് വാർഡ് മെമ്പർ വികസനമൊക്കെ ആണെന്ന് നീ എന്നോട് പറഞ്ഞോ? ഇത് നമ്മുടെ വാർഡിന്റെ കാര്യമല്ലേ ഇത്? നീ അത് എന്നോട് പറഞ്ഞോ? എന്നോട് സൂചിപ്പിച്ചോ ഇങ്ങനെയുള്ള പരിപാടിയാണെന്ന്? പറഞ്ഞോടാ. ഇതൊക്കെ ചേട്ടൻ്റെ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. കാര്യമുണ്ട്. എന്ത് കാര്യം? പറയേണ്ട കാര്യമുണ്ട്. എന്നെ കൊണ്ട് ആവശ്യമില്ലാത്തെല്ലാം പറയിപ്പിച്ചിട്ട് അളിയനും കൂടെ തമാശ കളിക്കരുത്. നമ്മളെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്ന്. എന്ത് നമ്മളെ വീടാ? എടാ, വാടകയ്ക്ക് താമസിക്കുന്ന വീട് എങ്ങനെയാ നിനക്ക് സ്വന്തമാണത്? ശരി, വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്ന്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല ചേട്ടാ. ഞങ്ങൾ ഒന്ന് എടുത്തിട്ട് പോക്കോട്ടെ. നിന്റെ ക്യാമറയും കിടുതാപ്പൊക്കെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കാം. അതേടാ, നീ പറഞ്ഞത് ശരിയാണ്. എനിക്കത് തന്നെയാണ്. എന്താ നിനക്കുള്ള കുഴപ്പമുണ്ടോ? ചേട്ടാ ഒന്ന് തറ നിൽക്കേട്ടാ. ഞങ്ങൾ ഇത് എടുത്തോളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞില്ല, ഇത് ഞങ്ങളുടെ ഇനി എടുക്കണേ. എന്ത്? അത് ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അതെ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കൂടി ചെറുത് ഒന്നും കൂടി ഒന്ന് പറയിപ്പിക്കാവോ പുള്ളിനെ കൊണ്ട്? പൊന്നു ചേച്ചി, ഇതിന്റെ ഫസ്റ്റ് ഭാഗം റോഡിൽ വെച്ച് ചേട്ടനെ വെച്ചല്ലേ ഷൂട്ട് ചെയ്തത്. ഇത് മെമ്പറെ വീട്ടിൽ വെച്ച് എടുക്കേണ്ട സംഭവമല്ലേ? മെമ്പറെ വീട്ടിൽ പുള്ളിക്കാരൻ എന്താ കാര്യം? മെമ്പറുടെ വീടല്ല ഇത്, പുള്ളിക്കാരന്റെ വീടാ. അല്ലേ? അപ്പൊ നിന്റെ അവിടെ വെച്ച് എടുത്താ പിന്നെ നിനക്ക് തോന്നുന്നു കുഴപ്പം? നീ മിണ്ടരുത്. മനസ്സിലായോ? ഇപ്പൊ എന്ത് പറഞ്ഞത് മനസ്സിലായോ? അറിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞല്ലോ. അതെന്താന്ന് വെച്ചാൽ എല്ലായിടത്തും നോക്കാം. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നും പറയണ്ട. ഇവ എന്നെ ചതിച്ച് പ്രശ്നമാവും. എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്ലപ്പോഴൊക്കെ തന്നെയാണ്. സമാധാനത്തിൽ കേൾക്കണം. ഞാൻ പറയട്ടെ. അമ്പിളിക്കുട്ടൻ ചേട്ടനല്ലേ ഇവിടുത്തെ വിഷയം. രാവിലെയും തക്കളിയും ഞാനൊക്കെ ആഗ്രഹിച്ചു പോയി. നമ്മളെ പറ്റി ഇവർ നല്ലത് പറഞ്ഞെങ്കിൽ നമ്മൾ നല്ലോണം പെരുമാറേണ്ട അവരോട്. പൊന്നെ വിളിയിട്ടോ
ഇച്ചിരി നേരം ഒന്ന് മിണ്ടാതിരുന്ന അവർ എന്തെങ്കിലും നന്നായിട്ടൊന്നും എടുക്കൂലായിരിക്കും, എന്തെങ്കിലും എടുത്തിട്ടങ്ങ് പോട്ടെ. ഇച്ചിരി നേരം മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? ഇച്ചിരി നേരം. ഞാൻ മിണ്ടാതിരിക്കണം. അവൻ ഷൂട്ട് ചെയ്യണം, അവൻ എടുക്കണം, അത് എടുക്കാൻ ഞാൻ സമ്മതിക്കണം അല്ലേ? ഡേയ് എടുത്തി എടുക്കട്ടെ. നീ എറേ എന്തെങ്കിലും എടുത്തിട്ടങ്ങ് പോട്ടെ. ഇച്ചിരി നേരം മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? ഇച്ചിരി നേരം. ഞാൻ മിണ്ടാതിരിക്കണം, അവൻ ഷൂട്ട് ചെയ്യണം, അവൻ എടുക്കണം, അത് എടുക്കാൻ ഞാൻ സമ്മതിക്കണം അല്ലേ? ഡേയ് എടുത്തി എടുക്കട്ടെ. നീ എറേ ഒരു കസേര, ഒരു ടീപ്പോ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഇല്ലേ? ഒരു കസേര ഒരു ഒരു ടീപ്പോ. അപ്പൊ ഓക്കെ, പെട്ടെന്ന് എടുക്കണം. എന്നെയും കൂടി വിളിക്കണേ, ഞാനും ഉള്ളതാണ് കേട്ടോ. എടുക്കാം, രണ്ടുപേരും എടുക്കാം. ഒരു കാര്യം ചെയ്യാം. കൊച്ചുണ്ട് കൊച്ചുണ്ട്. ആ ഓക്കെ ഓക്കെ, പെട്ടെന്ന് എടുത്തിട്ട് വിട്ടോളാം കേട്ടോ. ഒരു കസേര ഒരു ടീപ്പോ ഉണ്ട്, അപ്പൊ അവിടെ ക്ലോസിൽ നമുക്ക് ഇവിടെ വെച്ചോ. ആ കസേര ഇവിടെ വെച്ചോ. മെമ്പറെ ക്ലോസിൽ തുടങ്ങണം നമുക്ക്. ക്ലോസിൽ നമുക്ക് തുടങ്ങാം. ക്ലീറ്റസ്, അയ്യോ അതെവിടെ? എന്ത് കാണിക്കുന്നു? ഇത് എന്റെ അളിയന്റെ കസേര, എന്റെ അളിയന്റെ ടീപ്പോയും. ഇത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ തരില്ല. അത് ഷൂട്ട് ചെയ്യാതെ ബാക്കിയുള്ള പരിപാടികളുണ്ടായി നോക്ക്. പറ്റുമോ? നിനക്കൊന്നും പ്രാന്താ? എനിക്ക് മനസ്സിൽ എന്താണ് കാണിക്കുന്നത് ഇപ്പൊ? ഇത് ഷൂട്ടിങ്ങിന് വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളല്ല. ഇത് പിന്നെ ഞാൻ ഒരു ഔദാര്യത്തിന് ഷൂട്ട് ചെയ്തോളാൻ പറയുമ്പോൾ നീ ഇതൊക്കെ എടുത്തോണ്ടിട്ട് ഇവിടെ എന്ത് കാണിക്കാന്ന്? നീ വാങ്ങിച്ചിട്ട് വല്ലതും എടുത്തിട്ട് ചെയ്യണേ. വെറുതെ തമാശ പറയുന്നത്. തറ എടുത്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യും? ക്ലീറ്റോ, ഞാൻ പറയട്ടെ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? ചെറുതായിട്ട് ഷൂട്ട് ചെയ്താൽ മതി. കുറച്ച് മതി. മെമ്പറിങ് വന്നേ. അല്ല, ഞാൻ പറയട്ടെ ക്ലീറ്റോ. പാവം ക്ലീറ്റോ ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരാം. അത് തന്നെയുമല്ല, ഇപ്പോൾ ക്ലീറ്റോനെ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ ക്ലീറ്റോ പ്രമുഖനാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പ്രമുഖനായ സ്ഥിതിക്ക് മോശമല്ലേ? ഞാൻ പറയണ മനസ്സിലാവണ്ടോ ക്ലീറ്റോനെ? അതെ, പിന്നെ വലിച്ചു വാരിയൊന്നും എടുക്കാക്കൂല. എന്തെങ്കിലും ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റുമോ? ഒരു 2-3 വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഒരു 2 അക്ഷരത്തിൽ എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കോ. 2 അക്ഷരത്തേക്ക് എന്തോ പറഞ്ഞു? 2 അക്ഷരത്തിൽ പറഞ്ഞു നിർത്താൻ പറ്റും. നന്ദി, അങ്ങനെയും പറയാം. നിനക്കറിഞ്ഞു ഏത്? പിന്നെ ഒരു കാര്യം ചെയ്യണം, ഒരു 2 വാക്കിൽ എന്തെങ്കിലും പറഞ്ഞു നിർത്തണം. പക്ഷേ അതിന്റെ പുറകിൽ ഞങ്ങളിങ്ങനെ ഇരിക്കും. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മോളും ഒക്കെ നിൽക്കും. ഞങ്ങൾ നിർത്തിക്കൊണ്ടവ എന്തെങ്കിലും പറയണേ പറഞ്ഞോട്ടെ. സമ്മതിച്ചു. ആ സമ്മതിച്ചു. അത് മതിയല്ല. അപ്പൊ പൊസിഷൻ. അതായത് നിന്റെ കുടുംബം വേണം. തങ്ക മറക്കല്ലേ? എടുത്തോ അല്ലേ? എന്റെ ഭാര്യയെ കൂടെ ഞാൻ നിർത്തിക്കോട്ടെ. അയ്യോ, എന്തിനു വേണ്ട, ഇപ്പൊ ആവശ്യത്തിന് ഒരെണ്ണം ഉണ്ട്. നീ അവിടെ മാറി അതിനെ മാറ്റി നിർത്തോ. നിന്നെ കുറിച്ച് നീ മര്യാദയ്ക്ക് പറയാനുള്ള പറഞ്ഞ അത് 2 വാക്ക് കേട്ടാ. വെച്ചു. എന്തരല്ലെങ്കിൽ പറയാതിരിക്കണം. നിനക്ക് ഇവിടെ ഇത്രയ്ക്ക് നീ അങ്ങ് മല മറിച്ചല്ലോ വെച്ചിട്ടുണ്ടോ? റെഡിയല്ലേ? തൊപ്പിക്കാരാ, നമ്മളുണ്ടോ ഇതില്? നമ്മൾ വേണം. പിന്നെ വേറെ കാര്യം കേട്ടാ, എന്നെ കൊണ്ട് നീ രാവിലെ കുറെ പറയിച്ചല്ലോ, അതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. അതൊന്നും വേണ്ട, നമുക്ക് കട്ട് ചെയ്ത് കളയല്ലോ. കട്ട് ചെയ്ത് കളയണം അതൊക്കെ. മൈക്ക് കുടിച്ചാണ്. മെമ്പർ ഓക്കെ അല്ലേ? ഓക്കെ. മൈക്ക് കുറച്ച് താഴ്ത്തി പിടിച്ചേ. ആക്ഷൻ. ഒരു സെക്കൻഡ്. റെഡി ആയിട്ട് 8 ആക്ഷൻ. നമസ്കാരം. ഇതുപോലൊരു അലമ്പന് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയതാണ് എൻ്റെ എല്ലാ വിജയത്തിനും കാരണം. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ടോ അളിയാ?